കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിന്റെ മുന്നേ വിവാഹം കഴിഞ്ഞ ഏകദേശം 8 വർഷത്തോളം ഞാളങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചതാണ്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തില് നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാള് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. ഭർത്താവ് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. കൂട്ടിയത് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും മറ ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. അപ്പൊ ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. കോഴിക്കോട് ബാലുശ്ശേരിയില് പ്രവാസിയുടെ ഭാര്യ മൊബൈൽ ഷോപ്പുകാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഈ ഒളിച്ചോടിപ്പോയ മൊബൈൽ ഷോപ്പുകാരനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് മക്കളും ഉണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യണം. താഴെ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ പറയണം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ന്യൂസിലാണെങ്കിലും ഈ ഒരു വാർത്ത ഏകദേശം എല്ലാവരും കണ്ടു കാണും. ഭർത്താവുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ടിരുന്ന ഒരു സ്ത്രീ ഭർത്താവ് ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വരുന്നു എന്നറിഞ്ഞതിന്റെ പേരിൽ ഒളിച്ചോടിപ്പോയി. മാസാമാസം പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, ഫോൺ വിളിക്കുന്നുണ്ട്. ഒളിച്ചോടി പോകുമ്പോൾ സ്വർണം കൂടെ എടുത്തോണ്ടാണ് ഈ മഹതി ഈ മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെ പോയേക്കുന്നത്. എന്റെ പേര് ജെയ്സന്. ഞാനൊരു ഏഴടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എന്റെ ഭാര്യയെ ഇപ്പൊ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നത്തെ ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര ഡിവൈഎസ്പിന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എന്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിപ്പുള്ളത്. നല്ല കാര്യം. ആ മകനെ ഈ മോളുടെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിച്ചിട്ട് നിങ്ങൾ അതിനെ കൂടെ കൊണ്ടുപോയി അവിടെ ഇട്ട് നോക്കുക. ഇതുപോലുള്ള അവളമാരുടെ കൂടെ ഒന്നും കൊച്ചിനെ നിർത്തരുത്. കാരണം നാളെ വേറൊന്നിനെ കിട്ടി അതിന്റെ പിറകെ കൂടെ പോവും ഇവളൊക്കെ. ഇത്രയൊക്കെ അങ്ങ് മൂത്തങ്ങ് നിൽക്കുവാണെങ്കിൽ വല്ല ഡിവോഴ്സ് മേടിച്ചിട്ട് പൊക്കൂടായിരുന്നു ഇവൾക്കൊക്കെ. ഇതൊരു ഉളുപ്പുമില്ലാതെ ഇത്രയും നാൾ അങ്ങയുടെ ചെലവിലും നിന്നിട്ട് അങ്ങേരുടെ തന്നെ കൊച്ചിനെയും കൊണ്ട് മുങ്ങിയേക്കുന്നു. ഇതേ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ് മറ്റേ ബസ് കണ്ടക്ടർ രഞ്ജീഷ്. ഭാര്യ എന്ന് പറയുന്ന പുന്നാരമോള് കണ്ടവന്റെ കൂടെ പോയി. അതും പോരാഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞപ്പോൾ അവൾക്ക് കുഞ്ഞിന്റെ ബോധം വന്നു. കുഞ്ഞിനെയും കൂടെ വിളിച്ചോണ്ട് പോയി. അവസാനം അയാള് ജീവൻ എടുക്കേണ്ടി വന്നു. ഇപ്പൊ അവളുടെ ജോലിയും പോയി, ഈ കാമുകനും കളഞ്ഞിട്ട് പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല കാര്യം, അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളു ഇവളൊക്കെ. നമ്മുടെ നിയമത്തിന്റെ അടുത്ത് പറയാനുള്ള എന്താണെന്നറിയോ? നാളെ ഈ വ്യക്തിയായിട്ട് ആ സ്ത്രീ ഡിവോഴ്സ് ആയെന്ന് വിചാരിക്കുക. ദയവ് ചെയ്ത് ആ കൊച്ചിനെ ഇതുപോലുള്ള അവളുടെ കൂടെ പറഞ്ഞു വിടരുത്. ഒരെണ്ണത്തിനെ പറഞ്ഞു വിട്ടതിനെയാണ് അദ്ദേഹം അവസാനം ജീവൻ എടുത്തത്. ഇതിനെയും കൂടെ പറഞ്ഞു വിടരുത്. അങ്ങനെയാണെങ്കിൽ തോൽവി നിയമം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിച്ചുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിന്റെ വേണ്ട കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എന്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിന്റെ മുന്നേ വിവാഹം കഴിഞ്ഞ ഏകദേശം 8 വർഷത്തോളം ഞാളങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചതാണ്. കല്യാണം കഴിഞ്ഞ് 8 വർഷം കൂടെ ജീവിച്ചിട്ട് അയാള് ഗൾഫിൽ പോയി അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് കുറെ പൈസ ഉണ്ടാക്കി ഭാര്യ എന്ന് പറയുന്ന മോളെ വിശ്വസിച്ചിട്ട് അത് അയച്ചു കൊടുത്തപ്പം അവൾ അത് വെച്ച് ദൂർത്തടിച്ച് അയാള് തിരിച്ചു വരുന്ന സമയമാകുമ്പോഴേക്കും നാട് വിട്ടു. അതും വേറെ ഭാര്യയും മക്കളും ഉള്ള ഒരുത്തന്റെ കൂടെ. ആ നാറിക്ക് ബോധമുണ്ടോ? പാരാനാറി നട്ടലില്ലാതാൻ. അടുത്തല്ലായിരുന്നു. കുറച്ച് സാമ്പത്തിക വീടിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമത് ഞാൻ വിദേശത്തേക്ക് പോയത്. ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം നല്ല കാര്യമായിട്ട് എന്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷെ എന്താണ് ഇതിന്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എന്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തില് നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാള് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും.
അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എന്റെ മകനെ തിരിച്ചു കിട്ടാനുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതിനൊരു പരിസമാപ്തിയിൽ എത്തണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം. നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതിന്റെ പേരിലല്ല ഇറങ്ങിപ്പോയത് എന്ന് നിങ്ങൾ പറയുമ്പോ ഒറ്റ കാര്യം ഓർത്താൽ മതി, അവൾക്ക് മൂത്തിട്ട് ഇറങ്ങിപ്പോയതാ. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിലുള്ള പ്രശ്നമുള്ളതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ആ സാധനം മൂത്തിട്ട് ഇറങ്ങിപ്പോയതാ. ആ ഇറങ്ങി പോകുന്ന കൂട്ടത്തില് കൊച്ചിനെ എന്തിനാണോ ഇവള് കൊണ്ടുപോയത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവൾക്ക് വേറെ ഒരുത്തന്റെ കൂടെ പോയി കിടന്നേ പറ്റൂ എന്നുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാണോ അതിന്റെ ഇടയിൽ കൊച്ച്. 2 വർഷമായി അങ്ങനെ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെടുന്നു. ആ 2 വർഷവും അധ്വാനിച്ച പൈസക്ക് ഈ ഭാര്യ എന്ന് പറയുന്ന വൃത്തികെട്ടവളായിരിക്കത്തില്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നേ. ഇവളെ പോലെയുള്ള കുറെ എണ്ണങ്ങൾ കാരണം പെൺകുട്ടികള്, അതായത് പ്രവാസിമാരായിട്ടുള്ള പെണ്ണുങ്ങള് അല്ലെങ്കിൽ പ്രവാസിമാരായിട്ടുള്ള ഹസ്ബൻഡ്സ് ഉള്ള സ്ത്രീകൾ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഹസ്ബൻഡ് ഗൾഫിലാണോ, ഭാര്യ നാട്ടിലെ ഏതേന്റെ കൂടെ ഒളിച്ചോടി പോവും. അല്ലെങ്കിൽ ഭാര്യ ഗൾഫിലാണോ, അവൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇവളെ പോലെയുള്ള അവളമാരെ കാരണം കേൾക്കുന്ന പേരാ അത്. ഈ കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹരാഷറിൽ നിന്നുള്ള 30 വയസ്സുള്ള യുവതിയും 7 വയസ്സുള്ള അതിന്റെ മോനും കാണാതായി. എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത്. പോലീസ് ഒന്നും പരിശോധിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സത്യത്തിൽ കാര്യമായിട്ട് പോലീസ് പരിശോധിച്ചിട്ടില്ല. പോലീസുകാർ ഇതിന്റെ അകത്ത് എന്ത് ചെയ്യാനാ? 18 വയസ്സിന് ശേഷമുള്ള ഒരു സ്ത്രീ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാമുകന്റെ കൂടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഭർത്താവിന് അവിടെ ഒന്നും പോലീസിന് അവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം ആ സ്ത്രീക്ക് 18 വയസ്സായല്ലോ. അല്ലെങ്കിൽ അത് പൂർത്തിയായിട്ടുള്ള ഒരാള് ഇങ്ങനെ ഒരു കാര്യം സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോയതിനെതിരെ കേസ് എടുക്കാനുള്ള വകുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അവർക്ക് പറ്റുന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. പല സമയത്ത് ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. കൂട്ടിയത് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും മറ ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. ബാങ്കിൽക്കാണെന്ന് പറഞ്ഞ്, കനറ ബാങ്കിൽക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ അത് മുൻകൂട്ടി പ്ലാനാണ്. കാരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഒരാളും ഒരു വീട്ടിൽ നിന്ന് ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭർത്താവിന്റെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ലാന്നാണ്. പിന്നെ പ്രശ്നം ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. ആ വ്യക്തിക്ക് ഇപ്പൊ വേണ്ടത് സ്വന്തം കുഞ്ഞിനെയാണ്. ഭാര്യ കണ്ടവന്റെ കൂടെ പോയി അവരുടെ എവിടെ വേണേലും പൊക്കോട്ടെ. ആള് പറയുന്നത് എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു വേണം. അതിനെ കൊടുത്തിട്ട് നീ ഏതവന്റെ കൂടെ ഇറങ്ങിപ്പോ. ആ വീഡിയോയിൽ പറയുന്നത് എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടണം. അപ്പൊ ഇവര് എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല. അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷെ ഇവര് നമ്മുടെ സ്റ്റേറ്റ് വിട്ടുപോയിട്ടില്ല. ഇവരുടെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളൊക്കെ പല പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഇവര് നാട്ടിൽ തന്നെ ഉണ്ട്. ഇവര് ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് ഇവര് തിങ്കളാഴ്ച ഒരു കോടതിയിൽ ഹാജരാകും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കാനെന്നായിരിക്കും ഈ സ്ത്രീ പറയാ. ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത്. അങ്ങനെ ഇയാള് പറയുവാണെങ്കിൽ, അതായത് ഈ സ്ത്രീ പറയുവാണെങ്കിൽ, അയാളുണ്ടല്ലോ ഈ പെണ്ണുമുള്ള ഒളിച്ചോടി പോയ ആ വ്യക്തി, ആ നാറിക്ക് ഭാര്യയും മക്കളും ഉണ്ട്. അവരെന്തോ ചെയ്യും? വേറൊരു സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഈ പുന്നാര മോള് ഞാൻ അങ്ങേരുടെ കൂടെ പോയി ജീവിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയും മക്കളും എന്തോ ചെയ്യും? ഇതുപോലെ കറയെണ്ണം ഇതുപോലെയുള്ളവളുമാര് കാരണം ബാക്കിയുള്ള സ്ത്രീകൾ കൂടെ ദുഷിച്ച പേര് കേൾക്കണം. നമ്മുടെ നാടിന്റെ ഒരു പോക്ക്. ഈ മോളെ വിശ്വസിച്ചിട്ട് അങ്ങേര് 2 വർഷം അവിടെ പോയിരുന്ന കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ഒക്കെ അയച്ചു കൊടുത്ത് ഇവളത് അവിടെ ഇമാതിരി തെണ്ടിത്തരം കാണിച്ച് യൂസ് ചെയ്തു. ജീവിതം അയാൾക്ക് മനസ്സിന് ധൈര്യം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ശരി എന്നാ.